നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഓയെ ഹോംസ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? നമസ്കാരം. അവിടെ കള്ളപ്പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ റൂം തുറക്കും. ആരെങ്കിലും ഒന്ന് റൂം തുറക്കും ഗൈസ് പ്ലീസ്. റൂം കാണിച്ചു തരാം. യെസ്, അടിപൊളി. നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇപ്പൊ ക്ലീൻ ആക്കി തോന്നുന്നു. പക്ഷെ നല്ല റൂമുണ്ട്, നല്ല വൃത്തിയുണ്ട്. നല്ല 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 റൂം. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. നീ ബീച്ച് വൈബിൽ പോട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നീ ബീച്ചിലേക്ക് പോവാണ്. നോറ മസ്കാൻ അവിടെ ഇണങ്ങി നിൽക്കുന്നു. ബീച്ചിന് അങ്ങോട്ട് പോണ്ടേ? ബീച്ചിലേക്കുള്ള വഴിയിൽ നമ്മൾ പോവാണ്. ചെറിഞ്ഞെടുക്കട്ടോ നോറ, പതുക്കട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വർക്കല ബീച്ചിലെത്തിയിട്ടുണ്ട്. നോറ മസ്കാൻ നമ്മുടെ ഫോട്ടോ എടുക്കുകയാണ്, ഫോട്ടോഗ്രാഫർ വെച്ചിട്ട്. ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ വർക്കല ബീച്ചിലേക്ക് ഇറങ്ങിയത്. ഇത് നോർത്താണ്, നോർത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. പിന്നെ ഇവിടുന്ന് കാണുന്നത് അതാണ് സൗത്ത് ബീച്ചിൻ്റെ ഒരു കുറേ കഫേകളുള്ള സ്ഥലം. ഗൈസ്, വളർന്നു കൊണ്ടിരിക്കുന്ന താരം ഒരു മോഡലാണ് നിൽക്കുന്നത്. അതെ അതെ അതെ, കേരളക്കാരെ കാണാൻ പോകുന്നേ ഉള്ളൂ ഈ സൗന്ദര്യം. നമ്മുടെ നോറ മസ്കാര ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഗൈസ്, നമ്മളിപ്പോഴത്തെ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. നോറ മസ്കാൻ വേണ്ടി സെലിബ്രിറ്റി ആയിട്ട് എല്ലാവരും ഫുള്ള് ക്രൗഡ് ആയിരുന്നു. ഞങ്ങൾക്ക് മാസ്ക് ഇട്ട് നടക്കേണ്ട അവസ്ഥ വരെ വന്നു. പക്ഷെ നോറ നല്ല അതിവിദഗ്ധമായി ഫോട്ടോസ് ഒക്കെ എടുത്തു, വീഡിയോസ് ഒക്കെ എടുത്തു. എന്റെ ഫോൺ നിറച്ചു നോറ മസ്കാന്റെ ഫോട്ടോസ്. വെരി ഫ്യൂ ആണ് സ്നേഹിന്റെ അടുത്തെങ്കിലും അത് നല്ല ഭംഗിയുള്ളത് എടുത്തെടുത്തത്. അതാണ് ഞാൻ. പിന്നെ ഓരന്റെ ഒരു തകർപ്പ് സാധനങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾ വരുന്നതായിരിക്കും അല്ലേ? എന്റെ ഡ്രസ് നോക്കിയതോ? അതെന്റെ കയ്യിലുണ്ട്, ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ഞാനത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളിനി ബീച്ചിന്റെ സൈഡിലൂടെ ഇനി പോട്ടെ. മുകളിൽ കുറെ സാധനങ്ങളുണ്ട്. പോണത് ആ മുകളിലെ സ്ഥലങ്ങളിലേക്കാണ്. മലയിന്റെ മുകളിലിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇവിടെ നേരത്തെ കാണിച്ചിരുന്ന പോലെ ഇവിടെ കഴിഞ്ഞു. നമ്മളെ ആ മുകളിൽ പോയിട്ടുള്ള കുറച്ച് കഫേകള് വൈബസ് ഒഴിക്കാൻ പോകണം അല്ലേ? അങ്ങനെ നോറ മസ്കാന്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഇല്ല, ഞാൻ വിചാരിച്ചത് എന്ത് ഈ സാധനം തറയണത്. സാറില്ല മോളെ, സാറില്ല. ആർക്കെങ്കിലും ചെരുപ്പ് കൊളാബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. ഐ ആം ഒഫീഷ്യലി അവൈലബിൾ. കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മള് വർക്കല ബീച്ചിന്റെ സൈഡിലുള്ള കുറച്ച് എസ്തെറ്റിക് കഫേകളുടെ അടുത്താണ് ഉറക്കി ഈ സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ വന്നത്. വേറെ എന്തെങ്കിലും വാങ്ങണ്ടോ? വർക്കല ബീച്ചിന്റെ സൈഡില് വർക്കല ബീച്ചിലുള്ളത് കയറി കഴിഞ്ഞ്
അവിടെ ഉണ്ടെന്നോ? എല്ലാം വാലറ്റാട്ടോ. 1800 രൂപയൊക്കെയാണ് ഈ സാധനത്തിന്, ഇവിടെയുള്ള സാധനത്തിന്. നമ്മൾ ഈ വൈബിൽ ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഫുള്ള് കഫേ വൈബ്, അടിപൊളി സാധനങ്ങൾ കേട്ടോ. ഇവിടെ ഒരു ഡോറ ബുജി ഇവിടെ ഉണ്ട്. ഡോറ ബുജി സിസ്റ്ററിനൊരു ഇതൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ സിസ്റ്റർ ഫ്രം സെയിം മദർ. കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ വർക്കലയിൽ ഇറങ്ങിയതാണ്. ബീച്ച് വൈബൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഫുള്ള് എസ്തെറ്റിക് സാധനങ്ങളാണ്. നല്ല രസമുള്ള കുറേ സാധനങ്ങളുണ്ട് വർക്കല സൈഡിൽ. അപ്പോൾ നോറയ്ക്ക് എന്തൊക്കെയോ വാങ്ങണമെന്നുണ്ട്. എന്താ വാങ്ങുന്നുണ്ട്. ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഉണ്ടാക്കണത് ഇവിടുന്ന് നമ്മള് മൂൺ സ്റ്റോൺ കണ്ടിട്ട് നോറ മസ്കാൻ മൂൺ സ്റ്റോൺ ആണെന്ന് പറഞ്ഞ് വാങ്ങാണ്. നമ്മളിതാ ഈ കാണുന്ന ആ അറ്റം മുതൽ നമ്മൾ അവിടെ നിന്നിട്ട് ഇറങ്ങി ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബീച്ച് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവിടെ നല്ലൊരു ബീച്ച് വൈബുണ്ട്. വർക്കല പൊളി തന്നെ കേട്ടോ. വർക്കല അടിപൊളി സ്ഥലമാണ്. എല്ലാവർക്കും നല്ല സൂപ്പറായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ നല്ല വൈബാണ്. ഇവിടുത്തെ റിസോർട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫുൾ ബുക്കിട്ടാണ്. കാരണം വീക്കെൻഡാണ്, ന്യൂ ഇയർ ആവാനായി. ന്യൂ ഇയർ ഒക്കെ ഇവിടെ വന്നാൽ പൊളിക്ക് സത്യം പറഞ്ഞാൽ. എന്തായാലും നല്ലൊരു വൈബായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ എത്ര ദൂരം നടന്നു, കുറേ ദൂരം നടന്നു. നല്ല നല്ല രസം, നല്ല അടിപൊളിയായിട്ട്. നമ്മുടെ പ്രോൺസ് ഞങ്ങളവിടെ ചായ കുടിച്ചിരിക്കുക, അത്ര തന്നെ. ദിയ ചേച്ചി ഹായ് ഹായ്. കാണില്ല ഇതാണ് നമ്മുടെ എന്താ പറയാ ഫ്രൂട്ട് സലാഡ് വിത്ത്. ഇവിടെ നോയ്സ് ഉണ്ടടാ. എന്നോട് പറഞ്ഞേ ചേച്ചി അല്ല അല്ല വീഡിയോക്ക് വേണ്ടിട്ടാ. ശരിക്കും നമ്മളെ പീസ് സാധനം, നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആവുന്ന. പൊളിക്കിട്ടല്ലേ? ഓ, ഞാൻ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നേ. ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊളിക്കാൻ ഞാൻ വീഡിയോ എടുക്കായിരുന്നു. അങ്ങനൊന്നില്ല, ആര് പൊളിച്ചാലും ഞാൻ വീഡിയോ എടുക്കും. സാധാരണ ഇന്നത്തെ സാധനമാണ് അത് ഇങ്ങനെ ആക്കിയാൽ മതി. അത് ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. ഇവരോട് സൗണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പയ്യറോ? ഇവിടെ ആരില്ല. ഇതാണ് ഇവിടുത്തെ ബ്ലാക്ക് ബീച്ച്. ബ്ലാക്ക് ബീച്ച് ഇവിടെ ബ്ലാക്ക് കാണുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് ബ്ലാക്ക് ബീച്ച്. ബ്ലാക്ക് സാൻഡ്. ബ്ലാക്ക് സാൻഡില് അതെ അതെ അതെ. ഇവിടെ ദിയ ചേച്ചി ഞങ്ങളെ അയ്യോ നോറേനെ കുറെ നാച്ചുറൽ സാധനം എന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അതന്നെ അതെന്താ അല്ല അതല്ല അതല്ല എനിക്ക് ഓർമ്മയില്ല.
ബീച്ചിൽ 12:30 രാത്രി 12:30 ഇവിടെ ഒരു കളി കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് എന്തൊരു കളി കളിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ചോദിക്കി പറയാനോട് എന്ത് കളിക്കാന്ന് പറഞ്ഞ ഒരു കല്ല് വെച്ചിട്ടുള്ള കളി. എടി ഇങ്ങനെ എടുക്കല്ലേ പെണ്ണെ, അവള് കുടിക്കുന്ന കറക്റ്റ് ആണ്. നോക്കിപ്പോ അതെ അതെ നേരെ അതിലേക്ക് നോക്കി സംസാരിക്കും. ആ അപ്പൊ നമ്മള് ബീച്ച് വൈബൊക്കെ ആസ്വദിച്ചിട്ട് വർക്കല സൈഡൊക്കെ കണ്ടിട്ട് ഇതാ വന്നിരിക്കുന്നു. നോറ മുസ്കന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എന്റെ ഫോണിലുണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഊഞ്ഞാലാട്ടവും ഞങ്ങൾ ഊഞ്ഞാല് ആട്ടി കൊടുക്കണതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യണത് എന്തായാലും. അപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ ഡേ കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ സമയത്ത് 1 മണിയായി. അപ്പോൾ ബീച്ചിൽ ഫുള്ള് അടിച്ച് പൊളിച്ച് കഴിഞ്ഞു. നമ്മളെ ദിയ ചേച്ചിക്കാണ് കൊണ്ടാക്കി തന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ വലിയൊരു പ്ലാൻ ഉണ്ട്. അത് വഴിയെ കാണാൻ. ഇതിന്റെ ബാക്കിലുള്ള ആൾക്കാർ ഈ ചിരി കേട്ട് ഈ രാത്രി പുറത്തുനിന്ന് പ്രേതം വിചാരിക്കുന്നുണ്ട് അവര് കുറയ്ക്കും. ഇപ്പൊ സമയം 1 മണിയാണ്. ഞങ്ങൾ ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കിയിരിക്കുന്നത് 7 മണിക്കാണ്. ഇറങ്ങിയത് 12 മണിക്ക്. 5 മണിക്കൂർ നമ്മൾ ആ ഹോട്ടലിൽ ഇരുന്നത്. 4 മണിക്കൂർ ഇരുന്നുണ്ട്. അപ്പൊ ഞാൻ വന്ദേ ഭാരത് എത്ര നേരം ഇരുന്നു? അതൊരു കഥ ആകെ 1 മണിക്കൂർ കഥ. ആകെ വന്ദേ ഭാരതിൽ കയറുക, ഫുഡ് കഴിക്കുക, ഇറങ്ങുക. അതാണ് ലിനുവിന്റെ പരിപാടി. പക്ഷെ ലിനു ഞങ്ങൾ തിരിച്ചു പണി കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് തിരിച്ചയക്കുന്നത് പക്ഷെ കോഴിക്കോടിക്കാണ്. കോഴിക്കോട് പോയിരുന്നോട്ടെ എപ്പോ പണി. ലിനുവിന്റെ ആഗ്രഹം പോലെ വന്ദേ ഭാരത് നല്ല സുഖമായിട്ട് ആസ്വദിക്കാം. വേണമെങ്കിൽ കോഴിക്കോട് അങ്ങോട്ടോ കുട്ടിക്ക്. ശരി ആലപ്പുഴയ്ക്ക് എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ നടക്കണം. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. നമ്മൾ 3 പേര് കൂടെ ഒരു ഫ്രെയിമില് ഇമ്മേത് വീണ് പോയി. ഞാൻ അല്ല ഒരു കാര്യത്തില് എനിക്ക് മനസ്സിലായി. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി ചവിട്ടി. ആട്ടുതൊട്ടിൽ നിന്നെ ചവിട്ടി. ഇതില് സീൻ കിട്ടും. ഇതില് വീഴുന്ന സീന്